അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. സ്പെഷ്യലി ഇത് എന്ന് പറയുന്നത് എൻ്റെ പെറ്റായിട്ട് ഞാൻ കരുതത്തില്ല. പറഞ്ഞാൽ ഇതൊരു ഇൻഡിവിജ്വൽ ആൻഡ് ഒരു ആനിമലാണ് ഗൈസ് കേട്ടോ. അത് ഏത് ആനിമലാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ചെരുപ്പ് ധരിക്കണം. കാരണം ആ റൂമില്ലേ നമ്മുടെ ഗ്രാനിയുടെയാണ്. അപ്പോൾ ആ റൂം നമ്മൾ ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പിന്നെ അവിടെ പെട്ടിൻ്റെ റൂം, അതായത് എൻ്റെ ആ പെട്ടിൻ്റെ മുറി ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കാലിലൊക്കെ പറ്റിയാൽ അത് ഭയങ്കര ഇതാണ്. അപ്പം നമ്മൾ എപ്പോഴും നിങ്ങളുടെ പെട്ടിൻ്റെ മുറിയായാലും ഇങ്ങനത്തെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് പോയാൽ ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോവാം ഗൈസ് കേട്ടോ. ഓക്കെ, അത് അറ്റാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ല. അതിന് ഇപ്പോൾ 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി. അത് ഒരു ബ്ലാക്ക് ബ്രീഡാണ് കേട്ടോ, ഒരു ബ്ലാക്ക്. അതിൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറിയിൽ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം കണ്ടൻ അറിയാമല്ലോ, കണ്ടൻ കണ്ടൻ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ബ്രീഡ് പറഞ്ഞേക്കാം ഗൈസ് കേട്ടോ. കണ്ടൻ പൂച്ചയാണ് ഗൈസ്, ബ്ലാക്ക് പൂച്ച ഫീമെയിൽ ഗൈസ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പൂച്ച ഫീമെയിലാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ പൂച്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അതിനെ കാണിക്കാം ഗൈസ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ മുറി. പയ്യ പോവാം ഗൈസ്. ഇവിടെ ലൈറ്റുണ്ട് കണ്ട്. ഈ മുറി ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കേട്ടോ. ഈ മുറി ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കേട്ടോ. കണ്ടോ, ഇത് പൂച്ചയുടെ മുറിയാണ്. അത്യാവശ്യം ഒരു വലിയ മുറിയാണ് ഗൈസ് കേട്ടോ. അത്യാവശ്യം വീതിയുള്ള നല്ല വലിയ മുറിയാണ്. ഇവിടെ ഇത്ര വലിയ അലമാരയൊക്കെ ഉണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ട ഗൈസ്, ആ ഒരു കറുത്ത ചെവി കണ്ടോ, കണ്ട പെട്ടി അനങ്ങുന്നത് കണ്ട. അതാണ് ഗൈസ് നമ്മുടെ ഇത്. ഹലോ, കണ്ടോ ഗൈസ്, കണ്ട. അതാണ് സ്പെഷ്യലി നമ്മുടെ പൂച്ച. അതിൻ്റെ അകത്തടുത്ത് 3 കുഞ്ഞുങ്ങളുണ്ട് ഗൈസ്. അവിടെ ഒരു അനങ്ങനെ കണ്ട, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ക്യാറ്റ് കേട്ടോ, ഫീമെയിലാണ് സംഭവം. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെള്ളപ്പൂച്ച ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കണ്ടൻ 2 പൂച്ച ഓൾറെഡി കൊണ്ടുപോയി. 2 പൂച്ചയ്ക്കകത്ത് ഒരു പൂച്ച മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ഉണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൂം ക്ലോസ് ചെയ്തേക്കാം. ഇതൊക്കെയാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റോർ റൂം പ്ലസ് ഇങ്ങനത്തെ ഒരു ബെഡ്റൂമായിട്ട് നമ്മളിത് കരുതും ഗൈസ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് കേട്ടോ. ഇതാ ഓവർ കണ്ടോ, ഇവിടെ കണ്ടോ കണ്ട ഗൈസ് അങ്ങനെ കണ്ട. അതാണ് നമ്മുടെ കൊച്ചു പൂച്ച, ഏറ്റവും ചെറുത് ബേബിയാണ് ഗൈസ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വലിയ ടിവിയുടെ പെട്ടി, ഇത് നമ്മുടെ ചെറിയ ടിവിയുടെ പെട്ടി. 2 ടിവിയുടെ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുടെ ഇപ്പോൾ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും കണ്ടോ. ഏകദേശം അപ്പോൾ അടച്ചേക്കാം ഗൈസ് കേട്ടോ. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഓക്കെ, അതായത് നമ്മൾ ആ ഒരു പൂച്ചയില്ലേ, വലിയ പൂച്ച. അപ്പോൾ നമ്മൾ അത് കണ്ടില്ലായിരുന്നു സ്പെഷ്യലി കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം നിന്നാൽ ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന മൂഡിൽ വരും ഗൈസ് കേട്ടോ. നമ്മൾ അതിൽ ഏതൊരു മദറായാലും അങ്ങനെ മദർ പെറ്റ് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിരിക്കുമ്പോൾ വേറെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുമോ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ടാവും ഏത് പൂച്ചകൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ചകൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഗൈസ് കേട്ടോ. പിന്നെ ഞാൻ വെള്ളം ജസ്റ്റ് ഒന്ന് തിറക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കാണും ഗൈസ് കേട്ടോ. പിന്നെ ഒരു പെട്ടും കൂടെ ഉണ്ട്, അതാണ് ഡോഗ്. ഇത് വളർത്തു പൂച്ചയാണ്, നാടൻ പൂച്ചയാണ് ഗൈസ് കേട്ടോ. നമ്മുടെ ഇത് കുഞ്ഞ് ജനിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരക്കി
ഇട്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത് ഇവിടെ പ്ലേസ് ആക്കി. പിന്നെ ഒരു മൃഗം കൂടെ ഉണ്ട്, അതാണ് ഡോഗ്. 2 എണ്ണം ഉണ്ട്. ഓക്കെ, അത് നമ്മൾ വളർത്തുന്നില്ല, ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ബിക്കോസ് അത് കടിക്കും കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് സംസാരിക്കത്തത് വെച്ചാൽ നമ്മുടെ ഇത് സൈലൻറ്റ് ഏരിയ അല്ലേ. അപ്പോൾ സൈലൻറ്റ് ഏരിയക്കകത്ത് പുറത്ത് ഒത്തിരി നോയ്സി ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് മിണ്ടാതിരിക്കുന്നത് കേട്ടോ. അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊന്നും പോകാൻ പറ്റില്ല, പറഞ്ഞാൽ കടിക്കും ഗൈസ് കേട്ടോ. പറഞ്ഞാൽ ചെറിയ പട്ടി ആയാലും, ചെറിയ പട്ടിയില്ല ഈ നഖത്തിലൊക്കെ പെട്ടെന്ന് കയറി കടിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ഓവറിവ് കാണിക്കുന്നില്ല ഗൈസ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെയൊക്കെ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ. ഗൈസ് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നിങ്ങൾ വീഡിയോയുടെ ഇടയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഇടയിൽ കുറച്ച് ഇരുട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയി. പക്ഷെ കുറച്ച് ഇരുട്ടൊക്കെ അതിനകത്ത് കണ്ടിരുന്നു. എൻ്റെ കൈ തട്ടിയതാണ്. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട, അത് എൻ്റെ കൈ തെറ്റിയതാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ ഇത്ര ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് വിജയ് സൈനിങ് ഔട്ട്.